ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ വന്നേക്കുന്നത് ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റുമായിട്ടാണ്. ഞാനും അല്ലെങ്കിൽ നിങ്ങളിൽ പലരും ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്നേ വരെ ദിവസവും ഓരോ എപ്പിസോഡും വിടാതെ കാണുന്നവരാണ്. നമുക്കെല്ലാവർക്കും നമ്മുടേതായ ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് അല്ലെങ്കിൽ കണ്ടസ്റ്റൻ്റുമാർ കാണും. നമ്മളിന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് അൻസിബ. അൻസിബ തുടങ്ങിയപ്പം തൊട്ട് ഇന്ന് ഏകദേശം 66 ദിവസമായി. അന്നേ വരെ കുഴപ്പമില്ലാതെ നല്ല പ്രേക്ഷക സപ്പോർട്ടൊക്കെ കിട്ടി മുന്നോട്ട് പോകുന്ന ഒരു നല്ല കണ്ടസ്റ്റൻ്റാണ്. അൻസിബയെക്കുറിച്ച് വന്നുകൊണ്ടിരുന്ന ആരോപണങ്ങൾ നിങ്ങൾ പലരും കേട്ടതാണ്. ഒരു ആക്ടിവിറ്റീസിനും കറക്റ്റായിട്ട് എൻഗേജ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ആരുമായിട്ട് അടിയൊന്നും കൂടാതെ വർത്തമാനമൊന്നും പറയാതെ എവിടെയെങ്കിലും മൂലയ്ക്ക് നിന്ന് കരുക്കൾ നീക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് കഴിഞ്ഞ ആഴ്ച പവർ റൂമിൽ കയറിയിട്ട് അൻസിബ ഏത് രീതിയിലാണ് തീരുമാനങ്ങൾ എടുക്കുകയും വേണ്ട രീതിയിൽ നടപടികൾ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി. അപ്പം ഋഷിയായിരുന്നു ക്യാപ്റ്റൻ. ഋഷി അൻസിബയുടെ കയ്യിലെ പാവയാണെന്ന് വരെ പറഞ്ഞ് മറ്റുള്ളവർ അവർക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തി. എന്നിരുന്നാൽ തന്നെയും ബിഗ് ബോസ് കണ്ടവർക്കറിയാം അൻസിബ ഏത് രീതിയിലാണ് ബുദ്ധിപരമായിട്ട് കരുക്കൾ നീക്കുന്നതെന്ന്. നമ്മൾ എപ്പോഴും ചിലക്കണമെന്നോ അടിയുണ്ടാക്കണമെന്നൊന്നുമില്ല. നമ്മൾ ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങളെ ചിന്തിച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിന് യോജിച്ച് പ്രവർത്തിച്ച് ചെയ്യുന്നതാണ് ബുദ്ധി. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അൻസിബയും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചിന്തിച്ച് ചുമ്മാ വേണ്ടാത്ത ഇപ്പം ഗബ്രിയൊക്കെ ചുമ്മാ വായിട്ടരച്ച പോലെ ഒന്നും അലയ്ക്കാതെ കറക്റ്റായിട്ട് വേണ്ടടുത്ത് മാത്രം സംസാരിച്ച് ഇന്നേ വരെ വന്ന് ബിഗ് ബോസ് ഹൗസിൽ തൻ്റേതായ സാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തിയാണ്. ബാക്കിയുള്ളവരെല്ലാം പറയുന്ന അൻസിബ നല്ല രീതിയിൽ ഫുഡ് കുക്ക് ചെയ്യും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇന്നലെ അൻസിബയുടെ സഹോദരനും ഉമ്മയും വന്നു. അപ്പം റസ്മിൻ ചോദിക്കുന്നുണ്ട് ഉമ്മയോട്, എങ്ങനെ മോക്ക് ഇത്രയും നല്ലതായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റി? താങ്ക് യു മകളെ, നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അതുകൊണ്ട് ഏത് ക്യാപ്റ്റൻ വന്നാലും അൻസിബേനെ ഫുഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇടാൻ മത്സരിക്കുമെന്ന്. കാരണം നല്ല ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ആദ്യമേ അൻസിബയുടെ അമ്മയും സഹോദരനും അങ്ങോട്ട് വന്നപ്പോൾ തന്നെ അൻസിബ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, മോളെ നീ 1-ാം ദിവസം തൊട്ട് ഇത്രയും ദിവസം വരെ പിടിച്ചു നിന്നില്ലേ, നീ അല്ല തീരുമാനിക്കുന്നത്, പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകർക്ക് നിന്നെ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും നീ എവിക്റ്റ് ആകാതെ ഇതുവരെ നീ നിന്നത്. നീ ഉറപ്പായിട്ടും മുന്നോട്ട് നിൽക്കണം, അമ്മയുടെ എല്ലാവിധ സപ്പോർട്ടുകളും നിനക്കുണ്ട് എന്നൊക്കെ പറഞ്ഞതുപോലെ അനിയനും ആ രീതിയിൽ തന്നെ അൻസിബേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ഉമ്മ ആണെങ്കിൽ തന്നെയും നമ്മൾ കാണുന്നുണ്ട് എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിച്ച്. അതുപോലെ ജാസ്മിനെ കെട്ടിപ്പിടിച്ച് പറയുന്നുണ്ട്, നീ എൻ്റെ മോൾ തന്നെയാണ്. അപ്പം അൻസിബയും പറയുന്നുണ്ട് അതെ. ഏതായാലും നമുക്കറിയാം ഇത്രയും ദിവസം ഒരു ഫോണുമില്ല, പുറം ലോകവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പം നിൽക്കുമ്പോഴത്തേനും നമുക്ക് മാനസികമായിട്ട് പല പിരിമുറുക്കത്തോടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മാനസിക ഒരു സുഖം അല്ലെങ്കിൽ ഈ ടെൻഷനൊക്കെ മാറി നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക മനസ്സുകൊണ്ടല്ലോ. അത് നമ്മൾ പറയുമ്പോഴത്തേനും നമുക്കൊന്നും അറിയത്തില്ല. കാരണം അതിൻ്റെ അകത്ത് താമസിക്കുന്ന വ്യക്തികൾക്കേ അറിയത്തുള്ളൂ. കാരണം ഇപ്പം ഗബ്രിയൊക്കെ എവിക്റ്റായിട്ട് പുറത്ത് വന്ന് കൊടുത്ത ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ പുറത്തിരുന്ന് കാണുന്ന ലോകമേ അല്ല അകത്ത്, അത് വേറൊരു ലോകമാണ്. നമുക്കവിടെ പറയാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ആരൊക്കെ ഉണ്ടാകുക എന്നൊന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അപ്പം അൻസിബ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബയ്ക്ക് നമുക്കറിയാം, അൻസിബയും ഋഷിയൊക്കെ ആയിട്ട് നല്ല ഒരു ബന്ധത്തിലാണ്, സഹോദര ബന്ധം എന്ന രീതിയിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് അൻസിബ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. വേണ്ട രീതിയിൽ മാത്രമേ സംസാരിക്കുള്ളൂ. അതുതന്നെയല്ല, അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൾ ഇതുവരെ കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതാണ് എൻ്റെ ഒരു സങ്കടം. കാരണം നമുക്കറിയാം, അൻസിബയുടെ കഥയൊക്കെ അറിയുന്നവർക്കറിയാം, അൻസിബ ചെറുപ്രായം തൊട്ടേ സിനിമയിൽ അഭിനയിച്ച് 5-6 സഹോദരനുണ്ട്. അവർക്കും എല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ പഠിത്തം ഇതുവരെ കല്യാണം കഴിക്കാതെ ഫാമിലിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അൻസിബ. അൻസിബ ഇനിയും ബിഗ് ബോസ് ഹൗസിൽ 100 ദിവസം വരെ
നിൽക്കാൻ പറ്റട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനിയൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം.